صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. സഹോദരങ്ങളെ, ഓരോ നബിമാർക്കും ഇങ്ങനെ വലിയ വലിയ ബഹുമാനം അല്ലാഹു നൽകി. അത് പറഞ്ഞാൽ തീർക്കാൻ കഴിയൂല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനും മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ബഹുമാനം അല്ലാഹു നൽകിയിരുന്നു. ഖുർആനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ ഞാൻ ഹയാത്താക്കി കാണിച്ചു തരും അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും വിശ്വസിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ മൊത്തല്ല സംസാരിപ്പിച്ചത്. അതേ, തങ്ങൾക്ക് സൽക്കാരം ഊട്ടിയ ജൂതന്മാര് ഖൈബറിൽ വെച്ച് തങ്ങളെ സൽക്കരിച്ചിരുന്നു. ഭക്ഷണം നൽകിയപ്പോ നല്ല ആടിന്റെ മാംസം കഷ്ണമാക്കി ശരിക്ക് വേവിച്ചുകൊണ്ട് ആ മാംസത്തിൽ നല്ല വിഷം കലർത്തിയിട്ടല്ലേ നബി തങ്ങളെ മുന്നിൽ വെച്ചു കൊടുത്തത്. അതിൽ നിന്നൊരു ചെറിയ ഇറച്ചി കഷ്ണം എടുത്തപ്പോഴേക്ക് ആ ഇറച്ചി കഷ്ണം തങ്ങളോട് സംസാരിച്ചു, ഇത് ഭക്ഷിക്കരുത് നബിയേ, ഇതിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. മൊത്തം ഒരു മരിച്ചുപോയ ഒരു ജീവിയെ മൊത്തം മുന്നിൽ കിട്ടണ്ട, അതേ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വേവിച്ച് രൂപഭാവങ്ങളൊക്കെ മാറിയ ശേഷവും അത് സംസാരിക്കാനുള്ള കഴിവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് തൊട്ടപ്പോ മാംസം സംസാരിച്ചു പോയി. ഇത് ഭക്ഷിക്കരുത്, ഇതിൽ നിന്ന് ഒന്നും എടുത്ത് ഭക്ഷിക്കരുത്. തങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന നിലക്ക് സ്വഹാബിമാരിൽ പലരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് തങ്ങൾ അവരോട് പറഞ്ഞു, ആരും ഭക്ഷണം കഴിക്കരുത്, വായിൽ വെച്ചത് തുപ്പിക്കളയണം. ഒരു സ്വഹാബി, ബഹുമാനപ്പെട്ട ബിശ്ർ റളിയല്ലാഹു അൻഹു, അതേ ഒരു കഷ്ണം തായോട്ടിറക്കി. വിഷത്തിന്റെ കടുപ്പം കൊണ്ട് മഹാനവറുകൾ ഉടനെ തന്നെ മരണപ്പെട്ടു പോയി. ആ വിഷം പുരട്ടിയ ഭക്ഷണം പാചകം ചെയ്ത പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ, നീയല്ലേ ഇത് പാചകം ചെയ്തത്? അതെ. എന്തിനാണ് ഈ മാംസത്തിൽ നീ വിഷം പുരട്ടിയത്? ആ പെണ്ണ് പറഞ്ഞു, ജൂതന്മാര് പഠിപ്പിച്ച മറുപടി, ഫൈൻ കുന്ത നബിയൻ ലാ യളുറുക, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂലെന്ന് എനിക്കറിയാം. വൈൻ കുന്ത റജുലൻ മുതഖവ്വിലൻ ഫയസ്തരീഹിൻ നാസു മിൻക, നിങ്ങൾ ജനങ്ങളെ വാക്സാമർത്ഥ്യം കൊണ്ട് പിടിച്ചു നിർത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾ അങ്ങ് പോയാൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്ന് കരുതിയാണ്. അതൊരു ഉപായത്തിന്റെ മറുപടിയാണ്, ഒരു തട്ടിപ്പിന്റെ മറുപടി അപ്പൊ പറഞ്ഞു ഒപ്പിച്ചതാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, ആ സ്വഹാബി മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ആ പെണ്ണിന് ഖിസാസ് നൽകി. വിഷം പുരട്ടിയതിന്റെ പേരിലല്ല, ഒരാളങ്ങനെ മരണപ്പെട്ടു പോയല്ലോ, അതിന് പകരമായിട്ട് വധശിക്ഷ നൽകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ സംസാരിച്ചത് വേവിച്ച മാംസത്തിന്റെ ഒരു കഷ്ണമാണ്. മരിച്ചുപോയൊരു വ്യക്തി ഒന്നായിട്ടല്ല, അതിനേക്കാളും വലുതല്ലേ. നിങ്ങൾ നോക്ക്, രൂപഭാവങ്ങളൊക്കെ എത്ര മാറിയിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച് ഖബറിലെത്തിയ ആളുകളോട് തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ കാണാം. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ബഹുമാനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയൊരു ബഹുമാനല്ലേ, ഓ നബിയുക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതിക്കും, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത്. നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും എന്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്തെല്ലാം ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, എന്തെല്ലാം കായ്ക്കനികളുണ്ട്, ഭക്ഷ്യവസ്തുക്കളുണ്ട്, ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ബഹുമാനം, ഒരു മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. അതേപോലത്തെ മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ബദറിന് ശേഷമാണ് അബ്ബാസ് എന്നവർ ദീനിലേക്ക് വന്നത്. ബദറിൽ തടവിലായി കഴിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. അബ്ബാസ് എന്നവരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ മോചനദ്രവ്യം കൊടുക്കണം, എന്നാ നിങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാം, മക്കയിലേക്ക് പോകാം. അബ്ബാസ് എന്നവർ പറഞ്ഞു, നബി, എന്റെ കയ്യിൽ ഇതിന് കാര്യമായിട്ട് പണമൊന്നുമില്ല, ഞാൻ പിന്നെ ഇവിടുന്ന് മോചനദ്രവ്യം കൊടുക്കാനാണ്? ചോദിക്കുന്ന ആള് വലിയ സംഖ്യ ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ്, നിങ്ങളെ വീട്ടിന്റെ അടിഭാഗത്ത്
ഒരു അറയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച കുറച്ച് സ്വത്തില്ല, അതെവിടെ? നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് അടിഭാഗത്തൊരു അറയുണ്ടാക്കിയിട്ട് ആ അറയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കുറച്ച് സ്വത്തില്ലേ, അതെവിടെ? അതങ്ങ് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവര് പറഞ്ഞു, ഹഖൻ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നബിയെ. എന്റെ ഭാര്യയ്ക്ക് പോലും ഇതറിയില്ല, എന്റെ മക്കൾക്കൊരാൾക്കും അറിയില്ല. ഈ വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അള്ളാഹു തആല തന്നെയാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതങ്ങ് തുറന്നു പറഞ്ഞപ്പോ അബ്ബാസ് എന്നവരുടെ മനസ്സിൽ ഈമാൻ ഉറച്ചുപോയി. നിങ്ങൾ നോക്ക്, ഇതേപോലെ എത്ര എത്ര വലിയ ബഹുമാനങ്ങളാണ് നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിനും ഈസാ നബി അലൈഹിസ്സലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ബഹുമാനങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പക്ഷിഭാഷ അറിയുമായിരുന്നു. വഉല്ലിംനാ മന്തിഖത്ത് തയ്ർ, പക്ഷികൾ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏത് പക്ഷികൾ സംസാരിക്കുന്നതും എന്താണെന്നറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാവുന്ന ഭാഷ പക്ഷികളുടെ ഭാഷ മാത്രമല്ല, എല്ലാ ജീവികളുടെയും ഭാഷ അറിയാം. പക്ഷികളുടേത് മാത്രമാണോ? അല്ല. പക്ഷികൾ മാത്രമാണോ തങ്ങളോട് സംസാരിച്ചത്? അല്ല. അചേതന വസ്തുക്കൾ വരെ തങ്ങളോട് സംസാരിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് ഒരു പക്ഷി സങ്കടം പറഞ്ഞല്ലോ, നബിയേ എന്റെ കുട്ടിയെ ആരോ എടുത്തു കൊണ്ടുപോയി, കൂട്ടിൽ നിന്നാണ് എടുത്തു കൊണ്ടുപോയത്. തങ്ങൾ ചോദിച്ചു സഹാബത്തിനോട്, അയ്യക്കും ഫജഅ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളപ്പക്ഷിയുടെ കുട്ടിയെ ആരാണ് റാഞ്ചിയെടുത്തത്? ആരാ നിങ്ങളെ കൂട്ടത്തിൽ പൊക്കിയെടുത്തത്? സ്വഹാബി പറഞ്ഞു, അനാ നബിയെ, ഞാനാണ് എടുത്തത്. ആ ഉമ്മാക്ക് സങ്കടം കണ്ടില്ലേ? ആ കുട്ടിയെ ആ തള്ളപ്പക്ഷിയിലേക്ക് തിരിച്ചു കൊടുക്കൂ.